ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണത്തിൻ്റെ പിറ്റേന്ന്, ഒന്നാം ഓണം എന്നല്ലേ പറയുക, ഒന്നാം ഓണം എന്നാന്ന് തോന്നുന്നു. എന്തായാലും ഓണത്തിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മേൻ്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഓണാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാ വട്ടവും ഓണവും വിഷുവിൻ്റെ അന്നൊക്കെ സ്വന്തം വീട്ടിൽ നമ്മൾ ആഘോഷിക്കും. പിറ്റേ ദിവസം നമ്മുടെ അമ്മേൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും പോവുക. ശരിക്കും 2 ഓണവും 2 വിഷുവാണ് നമ്മൾ ആഘോഷിക്കൽ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പോൾ നല്ല വൈബായിരിക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ ആൻറ്റീനെ പിള്ളേരും എല്ലാവരും വരും. അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ പോകണം. എല്ലാവരും ഉണ്ട്, ഞാനും അച്ഛനും അമ്മയും അനിയനുമാണ്. ബൈക്കിൽ എല്ലാവർക്കും കൂടെ വരാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും അനിയനും ബൈക്കിൽ വന്നു. ഞാനും അമ്മയും തലപ്പുഴ വരെ ബസ്സിന് വന്നിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക് പോവാണ്. അപ്പോൾ ഓട്ടോ നമ്മൾ പകുതി വരെ പോകുന്നുള്ളൂ ഓട്ടോയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നടന്നു, ഞാനും അനിയനും ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുക. അപ്പം അച്ഛൻ ചിരിക്കുന്നതേ കാണുന്നത്. അപ്പം അച്ഛനും അമ്മയും നടന്നു വരാമെന്ന് പറഞ്ഞു. നമ്മളോട് ബൈക്കിൽ പൊക്കോളാൻ പറഞ്ഞു. നമുക്ക് കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ വൈകുന്നേരം പോകാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ രമുമാമൻ്റെ സ്ഥലമുണ്ട് അവിടെ, അത് കാണിച്ചു തരാണ്. ഭയങ്കര നൊസ്റ്റു. ആ സ്ഥലം കാണുമ്പോൾ എപ്പോഴും ഭയങ്കര നൊസ്റ്റു അടിക്കും എനിക്ക്. ഞങ്ങൾക്ക് മാമന് കുറേ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, ആടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-8 ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആടിനെ തീറ്റിക്കാൻ വേണ്ടി ആ കാണുന്ന സ്ഥലം കണ്ടോ, അത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല. ആ സ്ഥലത്താണ് ആടിനെ തീറ്റിക്കാൻ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിവിടെ വെക്കേഷൻ നിൽക്കാനൊക്കെ വരുമ്പോൾ ആടിനെ തീറ്റിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പുറകെ പോകും. ഞങ്ങളും വരട്ടെ ചോദിച്ച് ഞങ്ങളും പോകുന്നുണ്ട്. ഞങ്ങൾ ആടിനെ അവിടെ അയച്ചിട്ടിട്ട് ഞങ്ങളവിടെ വാഴത്തോട്ടം ഉണ്ട് അടുത്ത് തന്നെ, അവിടെ കളിക്കാനൊക്കെ പോകുന്ന നൊസ്റ്റ് എനിക്ക് എപ്പോഴും അടിക്കും അവിടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഭയങ്കര രസമായിരുന്നു പണ്ടൊക്കെ. ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ് ഗൈസ്. അപ്പോൾ അതാണ് ഭയങ്കര ക്യാമറ ഷേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താനായി. നല്ല രസമല്ലേ കാണാൻ. ഇവിടെ എപ്പോഴും നല്ല നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ്. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പം പൊന്നു അച്ചൊക്കെ അവരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മേൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവർ ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോലും മര്യാദയ്ക്ക് കയറിയിട്ടില്ല. അപ്പം തന്നെ ഞങ്ങളും പോയി. നമ്മൾ കസിൻസൊക്കെ കൂടെ എന്താ പ്രശ്നം, വീട്ടിലിരിക്കില്ല. ഞങ്ങളിങ്ങനെ ചെക്കന്മാർ അപ്പവും അച്ചും ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കറങ്ങാൻ വേണ്ടി പോകും. അപ്പം ബേക്കിൽ അപ്പവും പിന്നെ സച്ചൂട്ടനും വന്നു, ഞാനും അച്ചും കൂടെ വന്നു. ഇവരെ അമ്മേൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും തേയില, നല്ല രസമാണ്. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. അവരെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തോടുണ്ട്, നല്ല നല്ല രസമാണ്. വെള്ളത്തിലൊക്കെ കളിക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇവിടെ അലക്കാനൊക്കെ വരും. അവരെ വീട്ടിൽ വെള്ളമില്ലാത്തപ്പോൾ, പൊന്നുൻ്റെയൊക്കെ വീട്ടിൽ വെള്ളമില്ലാത്തപ്പോൾ ഇവിടെ അലക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഈ തോട്ടിൽ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചുനെ ഞാൻ പിടിച്ച് വെച്ചേക്കായിരുന്നു. സച്ചു തക്കുടി ചേച്ചി യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എന്നെയൊന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇട്ടിട്ട് എൻ്റെ കാര്യം എന്നുണ്ട്. സച്ചുനെ പിടിച്ചേക്കുന്നതാണ് കാണുന്നത്. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ്, പക്ഷെ എന്നാലും നല്ല രസം ഇവിടെ കാണാൻ. അപ്പം നമ്മളെല്ലാവരും കൂടെ അവരെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടി വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കണ്ടോ ഗൈസ്, ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. നമ്മൾ അമ്മയാണ് വളരെ സൂക്ഷിച്ചും കൊണ്ട് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ വീഴും ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരെയും കണ്ടു. അപ്പത്തിന് ഫോട്ടോ എടുക്കാൻ പോകും ഗൈസ്. നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഇതാ നടക്കുന്നു. ഇതാണ് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാർ. ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ക്യാമറമാൻ. കട്ടർ നിറഞ്ഞ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നേരെ നോക്കി നടന്നില്ലെങ്കിൽ മുഖംകുത്തി വീടും ഗൈസ്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിലേക്ക് കടന്നപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ജസ്റ്റ് കൈമാറി. ആ ക്യാമറ കൈമാറേണ്ട സീനുകളാണ് നിങ്ങൾ കാണുന്നത്. എല്ലാത്തിനും ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ്. ഇങ്ങനെ കമ്പിയിൽ കിടന്ന് തൂങ്ങുക, ഓരോരോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാൽ റെഡിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ രഞ്ജിത്ത് മാമനും സരിതമായും ഞങ്ങളുടെ കൂടെ വന്ന്. അപ്പം ഞാൻ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന രംഗാടി ഇതിലേക്ക് കാണുന്നത്. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ഇവന്മാർക്ക് മടിയാ. ഫോട്ടോഷൂട്ടിന് ആളുടെ എണ്ണം കൂടി. ഇവിടുന്ന് പോണതായിട്ട് ഞങ്ങൾ ആദ്യം ഇങ്ങനെ പാതിന് നോക്കി നിന്നെങ്കിലും ഞങ്ങൾ സരിതമ്മേൻ്റെയും മാമൻ്റെയും പെർമിഷനൊക്കെ വാങ്ങി. ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് കൈയും കാലും പിടിച്ച് ഞങ്ങളിങ്ങനെ ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങി ഗൈസ്.
ഞങ്ങളാരാ മക്കൾ. ഞങ്ങൾ അധികം നേരം വെള്ളത്തിൽ നിർത്തി അത്ര സേഫ് അല്ലാതെ കണ്ടു ഇവർ. ഞങ്ങൾ പതുക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ മേലോട്ട് കയറ്റി ഞങ്ങളങ്ങനെ പിന്നെയും വീട്ടിലേക്ക് തിരിച്ചു പോകണം ഗൈസ്. അപ്പം ചെക്കന്മാരൊക്കെ ഇപ്പം നൈസായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് സ്കൂട്ടായി. ഇവരിറങ്ങാമെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു നിന്നേ. പക്ഷേ സമ്മതിച്ചില്ല, ഞങ്ങൾ അവരെ പിടിച്ചോണ്ട് വന്നു. ഫോട്ടോ എടുക്കലൊക്കെ കോമഡിയാണ് ഗൈസ്. ഒരെണ്ണം തെക്കോട്ടാണെങ്കിൽ ഒരെണ്ണം വടക്കോട്ട് എന്ന രീതിയിലാണ് നിൽക്കുന്നത് എല്ലാവരും. അങ്ങനെ കഷ്ടപ്പെട്ട് 2-3 ഫോട്ടോയൊക്കെ നല്ലത് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിൽ നല്ല ചൂടുണ്ടായിരുന്നു. 2 ദിവസം മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം മഴയായിരിക്കുന്നു. പക്ഷേ ഓണത്തിൻ്റെ അന്നും അതിൻ്റെ പിറ്റേന്നും നല്ല വെയിലായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ച് കയറ്റി ഞങ്ങൾ അത്യാവശ്യം നല്ല ഫോട്ടോ കിട്ടിയെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നടന്ന് പാലത്തിനവിടെ എത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത്. ഇത് ശിവാനിയും സരിതമ്മായിയാണ്. പിന്നെ ഇത് അച്ചി, ഇത് സച്ചു, ഇത് പൊന്നു. ഇങ്ങനെ പരിചയപ്പെടുത്താൻ കുറേ പേരുണ്ട്. ഇവരൊന്നും പരിചയപ്പെടുത്തില്ലെങ്കിൽ ഇവർ പറയും, ഓ തക്കുടി ചേച്ചിക്ക് ഞങ്ങളെയൊന്നും പരിചയപ്പെടുത്താൻ പറ്റൂലല്ലോ, നിങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളൊന്നും പരിചയപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര കളിയാക്കലാണ് ഗൈസ്. ഞാനൊരു യൂട്യൂബ് തുടങ്ങിയപ്പോൾ എന്നോട് പറയാം, തക്കുടി ചേച്ചി വ്ളോഗ് എടുക്ക് എന്ന് കണ്ടാലും പറയും, തക്കുടി ചേച്ചി വ്ളോഗ് എടുക്ക് തന്നെ എനിക്കൊരു സ്വൈര്യം തരില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായി നിന്ന് ഏറ്റവും ലാസ്റ്റ് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നല്ല വെയിലായിരുന്നു. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ഇവർ ഞങ്ങളെ തീരെ സമ്മതിക്കുന്നില്ല അവിടെ നിൽക്കാൻ. അപ്പോൾ രമ്യ ആൻറ്റിയും സരിതമ്മയും ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവർ കുറച്ചവിടെ ഇറങ്ങി, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാൻ തന്നെ ഇവരവിടെ വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പം ഞാനും പൊന്നും കൂടെ അവിടെ ഒരു പാലുണ്ട്, വെറുതെ അവിടം വരെ പോയി തിരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി നമ്മൾ കുറച്ച് ഗാനമേളയൊക്കെ നടത്തുന്നതാണ് അടുത്ത കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മളിപ്പം കേൾക്കാൻ പോകുന്നത് നമ്മുടെ പൊന്നിൻ്റെ സംഗീതമാണ്. ആരും ഓടരുത്, അങ്ങനെ പറയല്ലേ. ഇവിടെ ഗായക റെഡിയാ. നിങ്ങൾ കണ്ടോ ഗൈസ്, നമ്മുടെ ഗായികൻ്റെ മൈക്ക് ഇവിടെ ഉള്ളതെന്ന്. മൈക്ക് കൈ വെച്ചിട്ട് കൈ കൊണ്ട് ഭയങ്കര ആക്ഷനാണ്. സംഗതി പിടിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പം രഞ്ജിത്ത് മാമൻ വന്നിട്ട് മൈക്ക് പിന്നെ പിടിച്ചെടുക്കും. പിന്നെ അവൾ കൈ കൊണ്ട് പിന്നെ ആക്ഷൻ കാണിക്കും. കോമഡി ആയിരുന്നു ഗൈസ്. ചിരിച്ച് വഴിയായി. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഞാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാടാൻ തുടങ്ങി, അമ്മായി പാടാൻ തുടങ്ങി, പിന്നെ മൊത്തം ഗാനമേള. പിന്നെ ഗാനമേളയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾക്ക് വിളി വരുന്നുണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ. അമ്മേൻ്റെ വീട്ടിലാണ് പോയെങ്കിലും പക്ഷേ വീട്ടിനുള്ളിൽ കയറി 1 മിനിറ്റ് ഇരുന്നിട്ടില്ല. അപ്പത്തിന് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ. ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് ഇവിടുന്ന് വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചള്ളാസും അച്ചാറൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന തത്രപ്പാടിലാണുള്ളത്. അപ്പം നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് കഴിച്ചു. അങ്ങനെ ഗാനമേളയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവരിങ്ങനെ പറയും, ഇപ്പോൾ പോകണ്ട, പിന്നെ പോവാം, നിങ്ങൾ പോയൊരു രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം പോവാം, ഇന്ന് പാട്ട് പാടാനാണ് നിങ്ങളെ വിളിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയാം. പിന്നെ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ വീട്ടിലെത്തി തിരിച്ച്. ഇതാണ് പൊന്നുവിൻ്റെ അത്തപ്പൂക്കളം. ഗായ്സ്, നമ്മളെത്തി. സത്യം നമ്മളെ നോക്കി എന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി നമ്മൾ വന്നപ്പോഴത്തേനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ റെഡ് ബ്ലൗസ് ഇട്ടിട്ട് ആൻറ്റിയില്ലേ, ആ ആൻറ്റീൻ്റെ കുഞ്ഞാവനെ കാണാൻ ആൻറ്റീൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മുടെ കുഞ്ഞാവീൻ്റെ അടുത്തെത്തി. ഹലോ പറ, ഹലോ പറ. എന്താ കയ്യില് മുട്ടായോ? ആ നല്ല കുട്ടി.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പി. ഞങ്ങളുടെ കുഞ്ഞാപ്പിനെ കണ്ടിട്ട് കുറേയായി. അതിൻ്റെ സ്നേഹപ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വർത്തമാനം പറയാം. ഇതാണ് ഞങ്ങളുടെ ചെറിയമ്മ, എൻ്റെ അമ്മേൻ്റെ ചെറിയമ്മയാണിത്. പിന്നെ മാമനുണ്ടായിരുന്നു, മാമൻ്റെ 2 മക്കളുണ്ടായിരുന്നു, മീനുട്ടി, കുഞ്ഞുട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും മാമനും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. 3 കുഞ്ഞ് മാവന്മാരുള്ളതുകൊണ്ട് നല്ല രസമാണ് ഗൈസ്. വാടങ്ങോട് വാ വാ എന്നാ പാവം പാവെന്നാ വാ ഡാ എന്നടാ ദൈവം കൊണ്ട് എന്താ പറയുക വാ വാ എവിടെ കുഞ്ഞൂട്ടൻ അവിടെ പോയി? കുഞ്ഞൂട്ടൻ എവിടെ? ചേട്ടായി എവിടെ പോയി? ചേട്ടായി എവിടെ? ടിവിൻ്റെ ഉള്ളിലോ? എവിടെ ചേട്ട? എവിടെ എവിടെ പോയി ചേട്ടാ? ഒന്നാലും പോയി പറയാം. എവിടെ കുഞ്ഞുട്ട? എവിടെ കുഞ്ഞുട്ട? അങ്ങോട്ട് പോയി. എവിടെ മീനു ചേച്ചി? എവിടെ മീനു ചേച്ചി? ചേച്ചി എവിടെ? എന്താ? ഞങ്ങൾ കുറേ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തിന്നിട്ട് ഡ്രസ്സിൽ കൂടിയൊക്കെ ചോക്ലേറ്റ് ആക്കിയപ്പോൾ അവൻ്റെ ഡ്രസ്സ് അങ്ങ് ഊരി. ഒരു ജാക്കറ്റ് പോലെ ഒരു യെല്ലോ ഇതുണ്ടായിരുന്നു, അത് ഊരിയിട്ട് മീനൂട്ടി അതെടുത്തപ്പോൾ അവനത് മേടിക്കാൻ കരഞ്ഞുകൊണ്ട് വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മീനൂട്ടിൻ്റെ അനിയൻ എണീച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞൂട്ടൻ എണീച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ഇല്ലാണ്ട് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അവൻ്റെ കരച്ചിലാണ് മൊത്തം കേൾക്കുന്നത്. അവനെ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പാട്ട് വെക്കുക, ഇവർ ഡാൻസ് കളിക്കുക, ഇതായിരുന്നു പരിപാടി. പിന്നെ ഞങ്ങൾ പോകാനാവുമ്പോഴത്തേനും ഒരു ചായ കൂടിയും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നോക്കുകയാണ് ഗൈസ്. ഇവരിങ്ങനെ പരദൂഷണം പറയുകയാണ് എല്ലാവരും കൂടി എന്നിട്ട്. ഞങ്ങൾ പോകാനായപ്പോഴത്തേനും കുഞ്ഞൂട്ടൻ ഞങ്ങളോട് കുറച്ച് കമ്പനിയായി വരുമായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കുഞ്ഞൂട്ടൻ കമ്പനിയായി വന്നു. എന്നാൽ അവൻ്റെ അമ്മേനെ വിട്ട് അവനൊരു കളിയില്ല. അവൻ്റെ അമ്മയാണ് അവൻ്റെ എല്ലാം. അപ്പം ഞങ്ങൾ പോകാൻ നേരത്തുള്ള സ്നേഹപ്രകടനം ഇപ്പോൾ കാണാൻ പോകുന്നത്. അതൊന്നും തലയിലുണ്ടോന്നേ പറപ്പറ ഉമ്മ കൊടുക്കലായിരുന്നു കൈ. ഞങ്ങൾ പോകാൻ ഇറങ്ങാൻ നിന്നപ്പോൾ മീനൂട്ടി അച്ഛന് അവളെ ബുക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കി പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ പിന്നെയും തിരിച്ച് വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസ് പരിപാടിയിലേക്ക് കിടന്നു. ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ച് നമ്മുടെ ബിഗ് ബോസ് കാണുകയാണ് ഗൈസ് എല്ലാവരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.